ഇനിയിപ്പോൾ അടുത്ത നടപടി അദ്ദേഹത്തെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് എപ്പോഴാണ് പുറത്തിറക്കുന്നത്? വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയോ? അനുജ, രാവിലെ മുതൽ ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കൂടി മേൽനോട്ടത്തിലാണ് ഇന്നിപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യലിന് ശേഷം എച്ച് വെങ്കടേഷ് അല്പസമയം മുമ്പ് പുറത്തേക്ക് വന്നു. അതിനുശേഷം DGPയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതാണ്. തൊട്ടിപ്പുറത്താണ് ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ DGPയുടെ ഓഫീസിലേക്ക് എച്ച് വെങ്കടേഷ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. DGPയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നിർണായക കൂടിക്കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഈ DGPയുടെ ഓഫീസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ ശശിധരൻ SP ഉൾപ്പെടെയുള്ള മുതിർന്ന ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പത്മകുമാറിനെ ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ സൂത്രധാരൻ തന്നെയാണ് പത്മകുമാർ എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് SIT എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയിരുന്നു ഈ പത്മകുമാറിന്റെ വീട്ടിലടക്കം വെച്ച്. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചതിൽ പോലും സുപ്രധാന പങ്ക് വഹിച്ചത് ഈ പത്മകുമാറാണ് എന്നുള്ളതാണ് SIT നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ വീട്ടിൽ എത്തിയിരുന്നു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ തന്നെ തെളിവുകൾ SIT ശേഖരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരുന്നത് 2 തവണ. പക്ഷേ ഇദ്ദേഹം ഒഴിഞ്ഞുമാറുന്നൊരു സാഹചര്യമുണ്ടായി. 3-ാം തവണയും നോട്ടീസ് നൽകിയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. ആ സമയത്തും അദ്ദേഹം കുതിറിമാറുന്നൊരു സാഹചര്യം, പല കാരണങ്ങൾ പറഞ്ഞു മാറുന്നൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും പിന്നീട് വീണ്ടും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെ 9:30-ക്ക് ശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 10:20 മുതൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു തുടങ്ങി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സുപ്രധാന വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, സുപ്രധാന തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിക്കും. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കും എന്നുള്ളതാണ്. എന്തായാലും കോടതിയെയും അഭിഭാഷകനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും നമുക്ക് SITയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും അനുജ. അതാണ്, അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരം. DGPയുമായി ADGP എച്ച് വെങ്കടേഷ് കൂടിക്കാഴ്ച നടത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർ നീക്കങ്ങൾ, ഇപ്പോൾ നടന്നിരിക്കുന്ന പത്മകുമാറിന്റെ അറസ്റ്റ്, അതിന്റെ തുടർ നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷമുള്ള കൂടിക്കാഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.